മലപ്പുറം ജില്ലയിൽ 120 അഡീഷണൽ ബാച്ചുകൾ +1 അനുവദിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇത്രയും അധികം അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നത്. ഞാൻ ഹയർ സെക്കൻഡറിയിൽ 33 വർഷമായിട്ട് അധ്യാപകനാണ്. ഇതുവരെ ഇത്രയധികം ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല. അതിൽ 59 ഹ്യൂമാനിറ്റീസ് ബാച്ചും 61 കൊമേഴ്സ് ബാച്ചുകളും ആണുള്ളത്. ആദ്യമായിട്ട് ഇതിൻ്റെ മലപ്പുറം RDD എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ സൗകര്യങ്ങളും മറ്റും വിലയിരുത്താനും അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കാനുമുള്ള കമ്മിറ്റിയിൽ 2 അംഗ കമ്മിറ്റിയിൽ ഒരു അംഗമെന്ന നിലയിലും ഇത്തരത്തിലൊരു ഗവൺമെൻറ് തീരുമാനമെടുത്തതിൽ പ്രത്യേകിച്ച് സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതോടുകൂടി മലപ്പുറം ജില്ലയിലെ സീറ്റിൻ്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത്. ഇതിൽ സയൻസ് ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല. ഗവൺമെൻറ് നമ്മുടെ 2 അംഗ സമിതിയോട് ആവശ്യപ്പെട്ടത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അനുവദിക്കുന്നതിനുള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സയൻസ് ബാച്ച് പറയാത്തതിന് കാരണം നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികളുടെ എണ്ണം എടുക്കുന്നത്. ഇതിൽ 7 താലൂക്കുകളിൽ എല്ലാ താലൂക്കുകളിലും സയൻസ് ബാച്ചുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മൾ ICT സെല്ലിൽ നിന്നും എടുക്കുന്ന ഡാറ്റയാണ്, അവർ തന്ന ഡാറ്റയാണ്. അതായത് +1 കുട്ടികൾ ഏകജാലകത്തിലൂടെ നേരിട്ടാണ് അപേക്ഷ നൽകുന്നത്. അപ്പോൾ അവിടെ ആ ഡാറ്റകളിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സയൻസ് ബാച്ചുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് കുട്ടികൾക്കുള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഈ സീറ്റുകളുടെ കുറവല്ല. ഓരോ താലൂക്കിലും അത്യാവശ്യം നല്ലൊരെണ്ണം സീറ്റുകൾ സയൻസിന് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം കാരണം. സയൻസിന് കുട്ടികളെ പ്രിഫർ ചെയ്യുന്നത് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ ഗവൺമെൻറ് മേഖലയിലായിരിക്കും ഇത് ഒഴിഞ്ഞു കിടക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് എയ്ഡഡ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലല്ല, ടോട്ടൽ ഒരു കണക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് സയൻസ് ബാച്ചുകൾ അനുവദിക്കാതിരുന്നത്. പിന്നീട് 120 ബാച്ചുകളാണ് നമ്മൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ 60 65 വരെ എടുക്കാം. 60 കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 7200 കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കും. 65 വെച്ചിട്ടാണെങ്കിൽ അതിന് അവൈലബിലിറ്റി അനുസരിച്ച്, കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് 65 വരെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അങ്ങനെയാണെങ്കിൽ 7800 സീറ്റുകൾ ഇനിയും കുട്ടികൾക്ക് ലഭ്യമാകും. ഇപ്പോൾ അതിൽ 3540 സീറ്റ് ഹ്യൂമാനിറ്റീസിനും 3660 സീറ്റ് കൊമേഴ്സിനും 60 വെച്ച് കൂട്ടുകയാണെങ്കിൽ അത്രയും സീറ്റുകൾ കുട്ടികൾക്കിപ്പോൾ അടുത്ത ദിവസം തന്നെ, നാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് അവൈലബിൾ ആവും.